ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമ്മൾ ഓണസദ്യയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതായത് ഗോതമ്പ് പായസമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിതാ വീഡിയോയിലേക്ക് പോവുകയാണേ. അതിനുവേണ്ടി നമ്മളിതാ ഒരു ഗ്ലാസ് നിറയെ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് ഗോതമ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ നുറുക്ക് ഗോതമ്പിനെ ഒന്ന് കഴുകിയെടുക്കാം. ഒരു 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതിയായിരിക്കും. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഗോതമ്പിനൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിതവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിൽ വേവിക്കുന്നതായിരിക്കും കൂടുതൽ നമുക്ക് എളുപ്പമുണ്ടായിരിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മുഴുവൻ ഗോതമ്പ് നമ്മൾ കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് ഗോതമ്പിന് ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3 ഗ്ലാസ് വെള്ളം വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ അളവിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ പായസത്തിൻ്റെ മൊത്തം ടെക്സ്ചർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഈ സമയം നമുക്ക് മധുരത്തിന് വേണ്ട ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനിവിടെ 250 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ശർക്കരയെ ഒന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. നമുക്ക് ഈ പായസം തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാലും ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർത്തും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി ആവശ്യത്തിനുള്ള പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗോതമ്പ് എന്തായെന്ന് നോക്കാം. നമ്മുടെ എയർ മുഴുവനായിട്ടും പോയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, മുഴുവൻ എയർ പോയതിന് ശേഷം മാത്രം നമ്മൾ കുക്കർ തുറക്കുക. നമ്മൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറക്റ്റ് വേവ് എന്ന് പറയുന്നത് 4 വിസിലാണ് ഞാനിവിടെ അടിച്ചിട്ടുള്ളത്. ഒരെണ്ണം ഹൈ ഫ്ലെയിമിലും ബാക്കി 3 വിസിലുകൾ ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് മറ്റൊരു വലിയ പാത്രം വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഗോതമ്പ് നമുക്ക് കുതിർത്തി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ വേവിക്കുന്നതിൻ്റെ ഒരു 1-2 മണിക്കൂർ മുന്നേ വെള്ളത്തിലിടുകയാണെങ്കിൽ നമ്മുടെ ഗോതമ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് നമ്മൾ ശർക്കരയിൽ ഒന്ന് നന്നായിട്ട് അലിയിച്ചെടുക്കാൻ പോവുകയാണേ. നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര പാനി ഗോതമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു 4-5 മിനിറ്റ് നേരം നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഗോതമ്പും ശർക്കരയും കൂടെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ഈ സമയത്ത് നമ്മൾ തേങ്ങാപ്പാലാണ് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ഗ്ലാസ്സിന് 2 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. ആ തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയിൽ നിന്ന് ഞാൻ 2 പാലും മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. 1ാം പാലും അതുപോലെ 2ാം പാലും. 1ാം പാൽ എടുത്തതിന് ശേഷം ബാക്കി മുഴുവൻ തേങ്ങയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് പാലെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചധികം നേരം നന്നായിട്ട് തിളപ്പിച്ച് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 8-9 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പരുവത്തിലാണ് നമ്മുടെ പായസം എത്തിയിട്ടുള്ളത്. ഏകദേശം ഒക്കെ നമ്മുടെ പായസം അവസാന ഘട്ടത്തിലേക്ക് എത്താറായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ഒരു 2-3 മിനിറ്റ് നേരം കൂടെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഓണസദ്യയിൽ ഏത് പായസമാണ് കൂടുതൽ ഇഷ്ടമെന്നും താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ പായസം കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാലും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാവർക്കും അറിയാലോ അല്ലേ, നന്നായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗോതമ്പ് പായസം അതുപോലെ തന്നെ അരിപ്പായസം തുടങ്ങിയ പായസങ്ങളൊക്കെ ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് വലിയ പിടുത്തമില്ല അല്ലേ. എല്ലാവരും പാലടയും സേമിയയുടെയും ഒക്കെ പുറകെയല്ലേ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഇതുപോലെയുള്ള ശർക്കര പായസം ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ പായസം ഏകദേശം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മണത്തിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട് നമ്മുടെ പായസം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് വറുത്തിടാം. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം നെയ്യ് കൂട്ടിയോ കുറച്ചോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആദ്യമായിട്ട് കുറച്ച് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഉപയോഗിക്കണം എന്ന് നിർബന്ധമില്ല. ഇവിടെ എല്ലാവർക്കും കൂടുതൽ തേങ്ങ ഒക്കെ ഉപയോഗിക്കുന്നത് വലിയ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ
നമ്മുടെ തേങ്ങ ഒന്ന് ചെറിയ ഗോൾഡൻ കളറായ സമയത്ത് തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് അതുപോലെ മുന്തിരിയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ചേർത്ത ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നേന്ത്രപ്പഴമാണ്. ചെറിയൊരു കഷ്ണം നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഗോതമ്പ് പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ മെത്തേഡിൽ നിങ്ങൾ ഈ ഓണത്തിന് എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു ഓണവിഭവമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.